ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളെ പാഠഭാഗമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിന് മാം എടുത്തു കഴിഞ്ഞു ഇല്ലേ? എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? പദ്യം എഴുതി പഠിക്കണം, നോട്ട്സ് എഴുതിയെടുക്കണം, എഴുതിയെടുത്ത നോട്ട്സ് എന്ത് ചെയ്യണം? റഫ് ബുക്കിൽ 5 times എഴുതി പഠിക്കണം. പിന്നെ നമ്മൾ കോപ്പി ബുക്ക് എഴുതേണ്ട കാര്യം പറഞ്ഞിരുന്നു. ആഴ്ചയിലെ 2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ പേജ് കോപ്പി എഴുതണം. നിങ്ങൾ എഴുതുന്നുണ്ടെന്ന് മാം വിചാരിക്കുന്നുണ്ട്. ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് എഴുതിയ ഭാഗത്തോളം അടുത്ത ക്ലാസ്സിൽ എനിക്ക് കാണിച്ചു തരണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ പാഠഭാഗത്തെ അഭ്യാസ പ്രവർത്തനങ്ങളാണ്. നമ്മൾ നോട്ട്സ് എഴുതി തന്നതാണ്, നിങ്ങളൊക്കെ പഠിച്ചതുമാണ്. മാം ഒന്നുകൂടി ആ ഭാഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് അർത്ഥം. അതിൽ കുറച്ചർത്ഥമേ ഉള്ളൂ ഇതില്. മാം ചോദിക്കട്ടെ, അപ്പൊ മാം പറയുമ്പോൾ ഒപ്പം നിങ്ങളും പഠിക്കണം. മാർജാരൻ. മാർജാരൻ ആരാണ്? പൂച്ച. മൂഷികൻ എലി. മൂഷികൻ എന്ന് പറഞ്ഞാല് എലി. പോട്. പോട് എന്ന് പറഞ്ഞാല് പൊത്ത്. തരസ പെട്ടെന്ന്. ഉരിയാടുക. ഉരിയാടുക എന്ന് പറഞ്ഞാല് പറയുക. ഇഹ ഇവിടെ. അത അവിടെ, അല്ലെ അങ്ങനെ, അപ്രകാരം എന്നൊക്കെ അർത്ഥം വരും. ഇനി നമുക്ക് വിപരീത പദങ്ങളാണുള്ളത്. അരികെ എന്നതിന്റെ അർത്ഥം എന്റെ അരികിലാണ്. അതിന്റെ എതിർലിംഗം എന്തായാലും വിപരീത പദം എന്തായിരിക്കും? അരികെ, അകലെ. അരികെ എന്നതിന്റെ വിപരീത പദം അകലെ. ഫലം, നിഷ്ഫലം. ഫലം വിപരീതം നിഷ്ഫലം. പര്യായം. മാർജാരൻ. മാർജാരൻ എന്ന് പറഞ്ഞാൽ ആരാ? പൂച്ച. അപ്പൊ പൂച്ച, പുശകൻ. എലിയാണെങ്കിലോ മൂഷികൻ ആകൂ. കരം എന്ന് പറഞ്ഞാലോ കൈ, ഹസ്തം. നാനാർത്ഥ പദങ്ങള്. അരി എന്ന് പറഞ്ഞാൽ എന്താണ്? അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നൊരർത്ഥമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അരി എന്നറിയാലോ, ധാന്യമണി. അതായത് നമ്മൾ അരി വെച്ചിട്ടല്ലേ ചോറ് കഴിക്കുന്നത്. അപ്പൊ ധാന്യമണി എന്നതിലും അരിക്ക് നാനാർത്ഥമായിട്ടുണ്ട്. കരം എന്ന് പറഞ്ഞാലോ കൈ എന്നുള്ള അർത്ഥമുണ്ട്. നികുതി. അപ്പൊ കരം എന്നതിന്റെ നാനാർത്ഥം ഏതാണ്? കൈ, നികുതി. കുറി എന്ന് പറഞ്ഞാല് ചിട്ടി, പ്രാവശ്യം. കുറി എന്ന് പറഞ്ഞാല് ചിട്ടി, പ്രാവശ്യം. പിന്നെ നെറ്റിയിൽ വിടുന്ന പൊട്ട് എന്ന അർത്ഥത്തിലും കുറിക്ക് അർത്ഥം വരുന്നുണ്ട്. ഇനി പിരിച്ചെഴുതുക. ഞാനൊരു എങ്ങനെയാ നമ്മൾ പിരിച്ചെഴുതുക? അർത്ഥമുള്ള 2 പദങ്ങളായിട്ട് വേണം നമ്മൾ പിരിച്ചെഴുതാൻ. ഞാനൊരു, ഞാൻ പ്ലസ് ഒരു. ഞാനൊരു, ഞാൻ പ്ലസ് ഒരു. പോട്ടിലിരിക്കും. എങ്ങനെ എഴുതുക? പോട്ടിൽ പ്ലസ് ഇരിക്കും. പരവശനപ്പോൾ. പരവശൻ പ്ലസ് അപ്പോൾ. നീയിഹ. നീ പ്ലസ് ഇഹ. നീ പ്ലസ് ഇഹ. ചെന്നത. ചെന്ന് പ്ലസ് അധ. അപ്പൊ പിരിച്ചെഴുതാൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്കുള്ളത് ഉത്തരം എഴുതുകയാണ്. ഉത്തരം എഴുതുമ്പോൾ മാം ചോദ്യങ്ങൾ വായിക്കാം. നിങ്ങൾ അതിന്റെ ഉത്തരം പറയാൻ റെഡി ആവണം. മനസ്സിൽ മാം ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയണം. പൂച്ചയ്ക്ക് പറ്റിയ അബദ്ധം എന്ത്? പൂച്ചയ്ക്ക് എന്താ അബദ്ധം പറ്റിയത്? വനഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരു വലയിൽ അകപ്പെട്ടു. ഉത്തരം വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. എന്തൊക്കെയാ പൂച്ചയ്ക്ക് പറ്റിയത്? പൂച്ച ഇര തേടി വനത്തിൽ കൂടി നടക്കുമ്പോൾ ഒരു വലയിൽ അകപ്പെട്ടു. ഉത്തരം ഓർമ്മ വന്നല്ലോ. പൂച്ച ഇര തേടി വനത്തിൽ കൂടി നടക്കുമ്പോൾ ഒരു വലയിൽ അകപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യം. പൂച്ച എലിയോട് പറഞ്ഞതെന്ത്? എന്താ എലിയോട് പറഞ്ഞത്? അല്ലയോ മൂഷിക വീര, നീ എന്ത് ചെയ്യണം? നീ വല മുറിച്ച് എന്നെ രക്ഷപ്പെടുത്തണം. എലിയും പൂച്ചയും ശത്രുക്കളാണ് എന്നൊരു ചൊല്ലൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ തമ്മിൽ യാതൊരു കലഹവുമില്ല. നീ എങ്ങനെയെങ്കിലും എന്നെ വന്നൊന്ന് രക്ഷപ്പെടുത്തണം. ഇതാണ് ആരാവശ്യപ്പെട്ടത്? പൂച്ച എലിയോട് ആവശ്യപ്പെട്ടത്. ഈ കവിതയിൽ നിന്നും നാം പഠിച്ച പാഠമെന്ത്? നാം പഠിച്ച പാഠം എന്താണുള്ളത്? എന്താ പഠിച്ചത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആപത്ത് വരുമ്പോൾ നമ്മൾ രക്ഷിക്കേണ്ടത് ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് നോക്കിയല്ല. ആപത്ത് വരുമ്പോൾ നമ്മൾ രക്ഷിക്കേണ്ടത് ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് നോക്കിയല്ല നമ്മൾ രക്ഷിക്കേണ്ടത്. ആപത്തിൽ പെടുന്നവരെ നമ്മൾ രക്ഷപ്പെടുത്തണം. പൂച്ച എലിയെ സഹായത്തിന് വിളിച്ചത് എന്തുകൊണ്ട്? എലിക്ക് വല കടിച്ചു മുറിക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് പൂച്ച എലിയെ സഹായത്തിന് വിളിച്ചത്. അപ്പൊ എലിക്ക് വല കടിച്ചു മുറിക്കാൻ കഴിയും എന്ന് ആർക്കറിയാം? പൂച്ചയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് എലിയെ സഹായത്തിന് വിളിച്ചത്.
ഇനി ഈ പാഠഭാഗത്ത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കാൻ 6 വരികളാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് വരിക? ഒരു മാർജാരം വനഭൂരാത്രിയിൽ ഇരയും തെണ്ടി നടക്കും നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാമേല പരവശനപ്പോൾ ഞാവൂ ഞാവൂ കരവുതും ചെയ്തവിടെ വലഞ്ഞു. ഇത്രയും വരികളാണ് നിങ്ങൾക്ക് കാണാതെ എഴുതി പഠിക്കാനായിട്ടുള്ളത്. ഈ കവിത എഴുതിയതാരാണ്? കുഞ്ചൻ നമ്പ്യാർ. ഏത് കവിതയിൽ നിന്നാണ് അദ്ദേഹം എഴുതിയ, ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഘോഷയാത്ര. അപ്പൊ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പാഠഭാഗം മുഴുവനായിട്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ടെസ്റ്റ് പേപ്പർ എഴുതണം, നല്ല കുട്ടികളായിട്ട് കോപ്പി ബുക്ക് എഴുതണം. മാം പറഞ്ഞ പോലെയൊക്കെ പഠിക്കും കൂടി. നന്ദി.